യഥാർത്ഥ പ്രധാനങ്ങൾ കേട്ട് ആസ്വദിക്കുന്നതായി മല്ലു ഹൊറർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. എൻ്റെ പേര് അജ്മൽ. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ എൻ്റെ അനിയുണ്ടായ ഒരു പ്രധാനത്തെ പറ്റിയാണ് ഞാനിന്നിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സ്കൂൾ അടച്ചാൽ പിന്നെ ഞങ്ങളുടെ മെയിൻ താവളം എന്ന് പറയുന്നത് ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടിൽ തന്നെ ആയിരിക്കും കിടപ്പും കഴിപ്പും എല്ലാം. പിന്നീട് അങ്ങോട്ട് ഫുട്ബോൾ കളിയുടെ ഒരു മേളം തന്നെയാണ്. അങ്ങനെ കളിയും തല്ലും പിടിയുമായി കുറേ നല്ല ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം വൈകിട്ട് എൻ്റെ അനുജൻ അമീർ തൊട്ടടുത്തുള്ള കോളനിയിലെ പിള്ളേരുമായി ഒരു ഫുട്ബോൾ മാച്ച് പിടിച്ചിട്ട് വരുന്നത്. 100 രൂപയ്ക്കാണ് മാച്ച് പിടിച്ചിരിക്കുന്നത് എന്നാണ് അവൻ പറഞ്ഞത്. ആ കാലഘട്ടത്തൊക്കെ 100 എന്ന് പറഞ്ഞാൽ വലിയൊരു തുക തന്നെയാണ്. ഞങ്ങൾ മാച്ച് പിടിച്ചിരിക്കുന്ന ആളുകൾ അത്യാവശ്യം ഫുട്ബോളിൽ അഗ്രഗണ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ടീമിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിക്കാൻ അറിയുന്ന ആളുകൾ നോക്കി ഞങ്ങൾ ടീം തിരിച്ചു. അങ്ങനെ വന്നപ്പം എൻ്റെ അനിയൻ പ്രായത്തിൽ ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ അവന് ഞങ്ങൾ ബോൾ പറക്കാൻ വേണ്ടിയാണ് ഇട്ടത്. മാച്ച് പിറ്റേന്ന് രാവിലെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ കൃത്യം 10 മണിക്ക് എല്ലാവരും ഗ്രൗണ്ടിൽ എത്തണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഗ്രൗണ്ടിൽ ചെന്നുമ്പോൾ കണ്ടത് ഗ്രൗണ്ട് മൊത്തത്തിൽ അതാ കുത്തിയിളക്കി ഇട്ടിരിക്കുന്നു. ഗ്രൗണ്ടിൻ്റെ ഓണർ ഞങ്ങൾ മാറിയ തക്കത്തിന് രാവിലെ തന്നെ ആളുകളെ കൊണ്ടുവന്ന് മുള്ളുവേലി കെട്ടി ഗ്രൗണ്ട് മൊത്തത്തിൽ കുത്തിയിളക്കി വാഴക്കൃഷി ചെയ്യുന്നതിനായി തിരിച്ചിരിക്കുന്നു. ഞങ്ങളോടൊരു വാക്ക് പോലും പറയാതെയാണ് ഗ്രൗണ്ടിൻ്റെ ഓണർ അന്ന് അവിടെ മുള്ളുവേലി കെട്ടി തിരിച്ചതും ഈ കാര്യങ്ങളെല്ലാം ചെയ്തതും. അല്ലെങ്കിലും ഞങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് അദ്ദേഹം കൃഷി ചെയ്യുന്നു. ഞങ്ങൾ തരിശായി കിടന്ന സ്ഥലത്ത് കാടെല്ലാം വെട്ടി തെളിച്ച് ഒരു പ്ലേ ഗ്രൗണ്ട് രീതിയിൽ സെറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. എന്നിരുന്നാലും ഇനി എവിടെ കളിക്കാൻ പോകുമെന്നായി ഞങ്ങളുടെ ചിന്ത. ഈ അവധിക്കാലം മൊത്തം വീട്ടിലിരുന്ന് TV കാണേണ്ടി വരുമോ എന്ന ചിന്തയിലായിരുന്നു ഞങ്ങൾ. അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് ദൂരെയായി ഒരു പറമ്പുണ്ടല്ലോ എന്ന കാര്യം. പക്ഷേ ആ പറമ്പിലാണ് ഞങ്ങൾ കളിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആരുടെ വീട്ടിൽ നിന്നും ഞങ്ങളെ കളിക്കാൻ പോകാൻ അനുവദിക്കില്ല. അതിന് കാരണം ആ പറമ്പിനെക്കുറിച്ച് പലരും പല കഥകളാണ് പറയുന്നത്. ആ പറമ്പിലേക്ക് ആരും തന്നെ കന്നാലികളെയോ ആടിനെയോ ഒന്നും തന്നെ തീറ്റാനോ പുല്ലരിയാനോ ഒന്നിനും പോവുകയില്ല. നിരവധി കഥകൾ ആ പറമ്പിനെ ചുറ്റിപ്പറ്റി ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പറമ്പിൻ്റെ ഓണർക്ക് ഇന്നേ വരെ ആ പറമ്പ് വിൽക്കുവാൻ സാധിച്ചിട്ടില്ല. ഒരു കൂട്ടം ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തൊട്ടടുത്ത അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ അന്ന് അവിടെ തിടം എടുത്തുകൊണ്ടിരുന്ന ആന വിരണ്ടെന്നും ആ വിരണ്ട ആന ഒരാളെ ഓടിച്ച് ഈ പറമ്പിനുള്ളിൽ കയറ്റിയെന്നും അവിടെ ഇട്ട് കുത്തിക്കൊന്നുവെന്നുമാണ്. രാത്രികാലങ്ങളിൽ അതുവഴി പോകുമ്പോൾ നല്ല രീതിയിൽ ആനച്ചൂരടിക്കുമെന്നും ഏതോ ഒരു വ്യക്തി അലറുന്നതും ദയനീയമായി കരയുന്നതുമായ ശബ്ദം കേൾക്കാമെന്നുമാണ്. ഇങ്ങനെയാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ജിന്നുകളുടെ വിളയാട്ടമുണ്ടെന്നും ജിന്നുകൾ അവിടെ അധിവസിക്കുന്നുവെന്നുമാണ്. പണ്ടുകാലത്ത് പല മന്ത്രവാദികളും ഈ പറമ്പിൽ ജിന്നുകളെ കൊണ്ടുള്ള പല ആഭിചാര കർമ്മങ്ങളും ചെയ്തിരുന്നതായാണ് അവർ പറയുന്നത്. ഇങ്ങനെ ആഭിചാരകർമ്മങ്ങളിലൂടെ വിളിച്ചു വരുത്തിയ ജിന്നുകൾ മടങ്ങിപ്പോകാതെ അതിൻ്റെ ദൗത്യം കഴിഞ്ഞ ശേഷം ആ മണ്ണിൽ തന്നെ ജീവിക്കുന്നുവെന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് കഥകളെങ്കിലും ഇന്ന് മാച്ച് കളിച്ചേ തീരൂ എന്നുള്ള നിർബന്ധം കൊണ്ട് തന്നെ ഞങ്ങൾ ആ പറമ്പ് തന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെ ഞങ്ങൾ ആ പറമ്പിലേക്ക് നടന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ പറമ്പ് നിറയെ നല്ല രീതിയിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. ഞങ്ങൾക്ക് കളിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കളിക്കേണ്ട ആ ഭാഗം മാത്രം കുറച്ച് കാടുകൾ വെട്ടിത്തെളിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ചേർന്ന് കാട് വെട്ടിത്തെളിക്കാൻ തുടങ്ങി. കാട് വെട്ടിത്തെളിച്ച് ഞങ്ങൾ ഗോൾ പോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ ദേഹമെല്ലാം ചൊറിഞ്ഞു തടിക്കുവാൻ തുടങ്ങി. അതും ഞങ്ങളുടെ എല്ലാവരുടെയും ദേഹത്ത് ചൊറിഞ്ഞ് തടിച്ച് അപ്പത്തിൻ്റെ ആകൃതിയിൽ ദേഹം മുഴുവനായി കുമിളകൾ പോലെ രൂപപ്പെടാൻ തുടങ്ങി.
അപ്പോൾ ഞങ്ങൾ ഓർത്തു പറമ്പിലെ ഏതെങ്കിലും ചെടിയിൽ ദേഹം കൊണ്ടതായിരിക്കും, സാരമില്ല എന്നോർത്ത് ഞങ്ങൾ കളി തുടങ്ങി. അങ്ങനെ കളി നല്ല രീതിയിൽ പുരോഗതിച്ചു. മാച്ചിൻ്റെ അവസാനം ഞങ്ങൾ തന്നെയാണ് ജയിച്ചത്. ജയിച്ചതിൻ്റെ ആഹ്ലാദത്തിൽ പന്ത് ഞാൻ ഒരു ഗോൾ പോസ്റ്റിൻ്റെ മൂലഭാഗം നോക്കി ഒരു കിക്കങ്ങ് ചെയ്തു. കിക്കിൻ്റെ പവർ കൊണ്ടാണോ എന്നറിയില്ല, ഗോൾ പോസ്റ്റിൻ്റെ 7 എഴുത്ത് പോലും പന്ത് എത്തിയില്ല. അത് ഗതി മാറി ഗ്രൗണ്ടിൻ്റെ, അതായത് ആ പറമ്പിൻ്റെ മൂലയിലേക്കാണ് ചെന്ന് വീണത്. അനിയനെ പന്ത് പറക്കാൻ നിർത്തിക്കൊണ്ട് തന്നെ അനിയൻ പന്തെടുക്കുവാൻ വേണ്ടി ഗ്രൗണ്ടിൻ്റെ, അതായത് ആ പറമ്പിൻ്റെ മൂലയിലേക്ക് ചെന്നു. ഈ പന്ത് ചെന്ന് വീണത് 2 പടുകൂറ്റൻ പനയ്ക്ക് ചുവട്ടിലാണ്. അതിൻ്റെ ചുവട്ടിലേക്ക് അനിയൻ പോയതും നിലവിളി ശബ്ദം കേട്ടതും ഒരുമിച്ചായിരുന്നു. എന്താണ് കാര്യമെന്നറിയാൻ വേണ്ടി ഞങ്ങളെല്ലാം അനിയൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ അതാ അവനവിടെ പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്നു. എന്താടാ കാര്യമെന്ന് ചോദിച്ചപ്പോൾ അവൻ കൈ മുന്നോട്ട് ചൂണ്ടിക്കാണിച്ചു. നോക്കുമ്പോൾ അവിടെ ഒരു പാമ്പ് അതിൻ്റെ ഇരയും പിടിച്ച് എഴഞ്ഞ് മാളത്തിലേക്ക് കയറിപ്പോകുന്നു. അതിനെ കണ്ടാണ് ഇവൻ പേടിച്ചത്. എടാ മണ്ട, നമ്മൾ ഈ പറമ്പിൻ്റെ ഒരു ഭാഗം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തില്ലേ, അതുകൊണ്ടാണ് പാമ്പ് ഇങ്ങനെ ഇറങ്ങി വന്നത്. പിന്നെ ആരും കയറാത്ത പറമ്പല്ലേ ഇത്, പിന്നെ ഇതൊക്കെ ഇവിടെ സ്വാഭാവികമായിട്ട് നടക്കണതല്ലേ. നേരം സന്ധ്യയായി, നമുക്ക് വീട്ടിലേക്ക് പോകണ്ടേ, നീ വന്നേ എന്നും പറഞ്ഞ് ഞാൻ അവനെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിലെത്തി കൈയും കാലെല്ലാം കഴുകി ഞാൻ നിസ്കരിക്കായിരുന്നു. അവനെ നിസ്കരിക്കാൻ വിളിച്ചിട്ട് എന്ത് കാണിച്ചിട്ടും അവൻ നിസ്കരിക്കാൻ വരുന്നില്ല. എനിക്ക് തലവേദനയാണ്, അതാണ് ഇതാണ് എന്തൊക്കെയോ കാരണങ്ങളൊക്കെ പറഞ്ഞ് അവൻ നിസ്കരിക്കാൻ കൂട്ടാക്കിയില്ല. അല്ലെങ്കിൽ എന്നേക്കാൾ മുമ്പ് നിസ്കാരപ്പായയിൽ കാണുന്നവനാ. ഇതെന്താണ് ഇങ്ങനെയെന്നറിയാതെ ഞാൻ നിസ്കാരവും കഴിഞ്ഞ് എണീറ്റു. പിന്നീട് ഞാനും പാപ്പയും ഉമ്മയും പിന്നെ അനിയനും എല്ലാവരും കൂടി ചേർന്ന് കഴിക്കാനിരിക്കുകയാണ്. കഴിക്കാനിരുന്നപ്പോൾ ഞങ്ങളെല്ലാം കഴിക്കുന്നു, ഇവ മാത്രം ഭക്ഷണത്തിലേക്ക് തുറിച്ചു നോക്കിയിരിക്കുന്നു. എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട്. എന്താണ് ഇവൻ പിറുപിറുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവൻ്റെ മട്ടും ഭാവവും എല്ലാം കണ്ടപ്പോൾ എനിക്കെന്തോ പന്തികേട് പോലെ തോന്നി. എടാ അമീറേ നീ കഴിക്കുന്നില്ലേ? ഡാ ഡാ ഞാൻ വിളിക്കുന്നതൊന്നും കേൾക്കുന്നില്ല. ഉമ്മയും വാപ്പയും മാറി മാറി വിളിക്കുന്നു. അവൻ ഞങ്ങൾ വിളിക്കുന്നത് കേട്ടതായുള്ള ഭാവം പോലുമില്ല. പെട്ടെന്ന് അവൻ എണീറ്റ് നിന്നു. എന്നിട്ടവൻ മുറിയുടെ ഒരു അരികെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടിച്ചെന്ന അവൻ ഭിത്തിയിൽ സ്വന്തം തല കൊണ്ട് ഞാൻ ഇടിക്കുന്ന സമയത്തും അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ വല്ലാതെ ഭയന്നു. വാപ്പച്ചി ചെന്ന് വേഗം അവനെ വട്ടം കീറി പിടിച്ചു. വാപ്പച്ചിക്ക് ഏകദേശം 6 അടിയോളം ഉയരമുണ്ട്. എൻ്റെ അനുജനാണെങ്കിൽ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു 5ാം ക്ലാസ്സുകാരൻ അത്രയും വലിയൊരു മനുഷ്യനെ തൂക്കിയെടുത്തെറിയുന്നതാണ് ഞാനപ്പോൾ കണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവൻ്റെ മേലത്ത് ജിന്ന് കയറിയിരിക്കുകയാണെന്ന്. പെട്ടെന്ന് തന്നെ വാപ്പച്ചി നിലത്തുനിന്ന് എണീറ്റ് ഖുർആൻ എടുത്ത് വായിക്കുവാൻ തുടങ്ങി. ഖുർആൻ വായിച്ചു തുടങ്ങിയതും അവന് എന്തൊക്കെയോ മാറ്റങ്ങൾ അവൻ്റെ ദേഹത്ത് വരുന്നു. അലറുന്നു, കാറുന്നു. സ്വന്തം മുടി തന്നെ അവൻ കൈകൊണ്ട് വലിച്ചു പറിക്കുന്നു. പെട്ടെന്ന് അവൻ ബോധം കെട്ട് വീണ അവനെ വാപ്പച്ചെടുത്ത് കട്ടിലിലേക്ക് കിടത്തി. കട്ടിൽ കിടന്നുകൊണ്ടും അബോധാവസ്ഥയിലും അവൻ അറബിയിൽ എന്തൊക്കെയോ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ തന്നെ വാപ്പച്ചി ഇറങ്ങിപ്പോയി തൊട്ടടുത്തുള്ള പള്ളിയിലെ ഉസ്താദിനെ വിളിച്ചുകൊണ്ട് വന്നു. ഉസ്താദ് വന്ന് കാര്യങ്ങളെല്ലാം നോക്കിയപ്പം അവൻ്റെ ദേഹത്ത് ജിന്ന് കയറിയിരിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നീടുള്ള ഒരാഴ്ചക്കാലം പള്ളിയിൽ തന്നെയായിരുന്നു ഞങ്ങളെല്ലാവരും. അങ്ങനെ ആഴ്ചയുടെ അവസാനം ഉസ്താദും ഉസ്താദിൻ്റെ കുറച്ച് ശിഷ്യന്മാരുമായി വീട്ടിൽ വന്ന് അവൻ്റെ ദേഹത്തുനിന്നും ജിന്നിനെ ഇറക്കി. അതിനുശേഷമാണ് ഉസ്താദ് എന്താണ് അന്ന് ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞത്. അന്ന് ഇവൻ ബോൾ എടുക്കുവാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ഒരു പാമ്പിനെ കണ്ടുവൻ ഭയന്നിരുന്നു. ആ ഭയന്ന സമയത്ത് ആ പനയിലുണ്ടായിരുന്ന ഒരു ജിന്നാണ് ഇവൻ്റെ ദേഹത്ത് കയറിയത്. ആ ജിന്ന് ആ പനയിലായിരുന്നു അധിവസിച്ചിരുന്നത്. ഇവൻ പെട്ടെന്ന് പാമ്പിനെ കണ്ട് ഞെട്ടിയതും ആ ഒരു സമയത്താണ് ഇവൻ്റെ ദേഹത്തേക്ക് ആ ജിന്ന് കയറിയത്. ഇവൻ്റെ ദേഹത്ത് കയറിയ ജിന്നിനെ
എങ്ങനെയും ഇവൻ്റെ ദേഹത്ത് നിന്ന് ഇറക്കണം എന്നൊരു ചിന്തയായിരുന്നു ഉസ്താദിന്. അതുകൊണ്ട് തന്നെ ഉസ്താദ് അതിനെ വേറൊരു ബിംബത്തിലേക്ക് ആവാഹിക്കണം എന്നുള്ള കാര്യം ഓർത്തില്ല. അങ്ങനെ ഇവൻ്റെ ദേഹത്തു നിന്നും ആ ജിന്നിനെ ഇറക്കിയ ജിന്ന് ആ പനയിലേക്ക് പോയിക്കൊള്ളുമെന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. എന്നാൽ അതങ്ങനെയല്ല. അത് ആ പനയിലേക്ക് പോയില്ല എന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് വെറും ഒരു ദിവസം മാത്രമേ വേണ്ടി വന്നുള്ളൂ. അങ്ങനെ ജിന്നിനെ എല്ലാം ഒഴിപ്പിച്ച് അവൻ പഴയ രീതിയിൽ നോർമലായി. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. വൈകിട്ടത്തെ നിസ്കാരത്തിന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോയത്. നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വന്നത് ഒരു കണ്ടത്തിനരികിലൂടെയാണ്. കണ്ടത്തിനരികിലൂടെ നടന്ന് റോട്ടിലേക്ക് കയറുന്നതിന് തൊട്ടു മുന്നേയായി അവൻ അന്ന് വീട്ടിൽ ഉണ്ടാക്കിയ പരാക്രമങ്ങൾ ആ വയലിൻ്റെ തീരത്ത് കിടന്ന് കാണിക്കുവാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, അന്ന് ഇവൻ്റെ ദേഹത്തൊന്നും പറഞ്ഞു വിട്ട ജിന്ന് വീണ്ടും ഇവൻ്റെ ദേഹത്ത് കയറിയിരിക്കുകയാണെന്ന്. പെട്ടെന്ന് തന്നെ ഞാൻ ഒച്ച വെച്ച് ആളുകളെ കൂട്ടി എങ്ങനെയൊക്കെയോ ഇവനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഉസ്താദിനെ വിളിച്ചു വരുത്തി. എന്താണ് ഉസ്താദെ, അന്ന് പറഞ്ഞു വിട്ട ആ ജിന്ന് വീണ്ടും ഇവൻ്റെ ദേഹത്ത് കയറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഉസ്താദ് എന്തൊക്കെയോ അതിനോട് അറബിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് മറുപടിയായി എന്തൊക്കെയോ ആംഗ്യങ്ങളോ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ ബോധം കെട്ട് വീണു. അതിനുശേഷമാണ് എന്താണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് ഉസ്താദ് പറയുന്നത്. ഉസ്താദ് പറയുന്നതിന് മുമ്പേ തന്നെ വാപ്പച്ചി അങ്ങോട്ട് ചോദിച്ചു, എന്താണ് ഉസ്താദെ, ആ ജിന്നിനെ എൻ്റെ ചെക്കൻ്റെ ദേഹത്ത് നിന്ന് ഇറക്കി വിട്ടിട്ട് ഒരു ദിവസമേ കഴിഞ്ഞുള്ളൂ, വീണ്ടും അതെങ്ങനെ ദേഹത്തേക്ക് വന്ന് കയറി? ഞാനെന്നാ ഇറക്കി വിട്ട ജിന്ന് വീണ്ടും അതിൻ്റെ പഴയ സ്ഥലത്തേക്ക് പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ ജിന്ന് പോയിരുന്നത് ആ വയലിൻ്റെ തീരത്തുള്ള വൈക്കോൽ കൂനയുടെ ഇടയിലാണ്. ആരെങ്കിലും ആദ്യം അതുവഴി വരുന്നോ അവരുടെ ദേഹത്ത് കയറാമെന്നാണ് ആ ജിന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. കൃത്യം പറഞ്ഞു വെച്ചത് എന്നതുപോലെ നമ്മുടെ കൊച്ച് ആ വഴിയിൽ ആദ്യമേ വന്ന് കയറി. അതുകൊണ്ട് തന്നെ വീണ്ടും ആ ജിന്ന് നമ്മുടെ ചെക്കൻ്റെ ദേഹത്തേക്ക് വന്ന് കയറിയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും ഉസ്താദെ? ഇനി എൻ്റെ ചെക്കൻ്റെ ദേഹത്തൊന്നും ഈ ജിന്ന് ഒരിക്കലും പോകില്ലേ? അങ്ങനെയൊന്നുമില്ല. ഈ ജിന്നിനെ ഞാനൊരു ഏലസിലേക്ക് ആവാഹിക്കാൻ പോവുകയാണ്. അതിനുശേഷം നിങ്ങളെന്നല്ല ആരെയും ഈ ജിന്നിന് ഉപദ്രവിക്കാൻ സാധിക്കില്ല. ഇതിനുശേഷം ഈ ഏലസ് നിങ്ങളേതെങ്കിലും ഒഴുകുന്ന ജലത്തിൽ കൊണ്ടുപോയി കളയുക. പിന്നീട് കളഞ്ഞ ഇടത്തേക്ക് തിരിഞ്ഞു നോക്കാതെ നടന്ന വീട്ടിലേക്ക് വരിക. പിന്നീട് ഒരിക്കലും ഈ ജിന്നിൻ്റെ ഉപദ്രവം നിങ്ങളുടെ കുടുംബത്ത് ആർക്കും തന്നെ ഉണ്ടാവില്ല. അദ്ദേഹം പറഞ്ഞു തന്ന പോലെ ഞങ്ങളെല്ലാം ചെയ്തു. അതിനുശേഷം ഇതുവരെ ഒരു ജിന്നിൻ്റെ ഉപദ്രവവും ഞങ്ങളുടെ കുടുംബത്തിലെ ആർക്കും തന്നെ ഉണ്ടായിട്ടില്ല.